നമസ്കാരം. അങ്ങനെ രാവണൻ രണ്ടാം ദിവസവും യുദ്ധത്തിൽ പരാജയനായിട്ട് കൊട്ടാരത്തിലേക്ക് പോയി. അപ്പോൾ രാവണന് പിന്നീടുള്ള ഒരു വഴി എന്ന് പറയുന്നത് കുംഭകർണനെ ഉണർത്തുക, കുംഭകർണനെ യുദ്ധത്തിൽ വിട്ടിട്ട് ആ യുദ്ധം ജയിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ കുംഭകർണനെ ഉണർത്താനായിട്ട് സേവകന്മാരോട് പറയാണ്. കുംഭകർണൻ പതിവ് പോലെ തൻ്റെ 6 മാസത്തെ ഉറക്കത്തിലേക്ക് കടന്നിരിക്കുകയായിരുന്നു. അങ്ങനെ കുംഭകർണനെ ഉണർത്താനായിട്ട് അവർ പല വിദ്യകളും നോക്കി. ആനകം, ദുന്ദുഭി തുടങ്ങിയ വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വാദ്യമേളങ്ങളൊക്കെ മുഴക്കി. പക്ഷെ കുംഭകർണൻ അത് അറിയുന്നത് കൂടി ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ കുംഭകർണൻ്റെ ചെവിയിലേക്ക് 1000 കുടം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും കുംഭകർണൻ എണീക്കുന്നില്ല. ഭക്ഷണങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ഭക്ഷണത്തിൻ്റെ മണം കേട്ടിട്ടെങ്കിലും കുംഭകർണൻ എണീക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അതിനെ കുറേ നോക്കുന്നുണ്ട്. കുറേ ആളുകൾ ഏണിയൊക്കെ വെച്ച് കുംഭകർണൻ്റെ ദേഹത്തേക്ക് കയറുകയും കുന്തം വെച്ച് കാലിലേക്ക് കുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുന്തം വെച്ച് കാലിലേക്ക് കുത്തിയാൽ ശരിക്കും കുംഭകർണന് കാലിലൊരു മുള്ളു കൊള്ളണ ഒരു പ്രതീതിയൊക്കെ ഉള്ളൂ. എന്നിട്ടും കുംഭകർണൻ എണീക്കുന്നില്ല. അവസാനം ആനകളൊക്കെ കൊണ്ടുവന്നിട്ട് ആനയെ ഉപയോഗിച്ചിട്ട് കുംഭകർണൻ്റെ മൂക്കിലെ രോമമൊക്കെ വലിച്ച് എടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അവസാനം കുംഭകർണൻ ഒരു വലിയ അലർച്ചയോട് കൂടിയിട്ട് എണീക്കുകയാണ്. അങ്ങനെ കുംഭകർണൻ്റെ 6 മാസത്തെ കാലത്തേക്കുള്ള നിദ്രയ്ക്ക് ഭംഗം വന്നു. കുംഭകർണൻ എണീറ്റ വഴി അവർ കൊണ്ടുവച്ചിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം എടുത്ത് കഴിക്കുകയാണ്. അങ്ങനെ അതൊക്കെ എടുത്ത് കഴിച്ച ശേഷം കുംഭകർണനെ കാണാനായിട്ട് രാവണൻ വരുന്നു. രാവണൻ ലങ്കാപുരിയിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. യുദ്ധം തുടങ്ങിയ കാര്യവും 2 ദിവസത്തെ യുദ്ധത്തിൽ താൻ പരാജയപ്പെട്ട കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ കുംഭകർണൻ പറയുന്നുണ്ട്, ഞാൻ മുന്നേ ആ കാര്യം പറഞ്ഞിരുന്നു. ശ്രീരാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അപ്പോൾ അദ്ദേഹത്തോട് വെറുതെ യുദ്ധത്തിനായിട്ട് പോകേണ്ട കാര്യമില്ല. സീതാദേവിയെ തിരിച്ചു കൊടുത്താൽ ആ പ്രശ്നം അങ്ങോട്ട് തീരുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുറേ രാവണനെ വീണ്ടും കുറേ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവണൻ പറയുന്നുണ്ട്, ഇതേപോലെ തന്നെയായിരുന്നു വിഭീഷണൻ എന്നെ ഒരാവശ്യ സമയത്ത് എന്നെ ഉപേക്ഷിച്ചിട്ട് അവനെൻ്റെ ശത്രുവിൻ്റെ പക്കലേക്കാണ് പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കുംഭകർണൻ പറയുന്നുണ്ട്, വിഭീഷണൻ ചെറുപ്പം മുതലേ ധർമ്മജ്ഞനാണ്. അവനറിയാം ധർമ്മവും അധർമ്മവും കണ്ടാൽ അവന് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണ് അവൻ അങ്ങോട്ട് പോയതെന്നൊക്കെ പറഞ്ഞ് കുംഭകർണൻ പറയുന്നുണ്ട്. അപ്പോൾ കുംഭകർണനോട് രാവണൻ ദേഷ്യപ്പെടുന്നുണ്ട്. നിന്നെ ഞാൻ ഉണർത്തിയത് എനിക്കൊരു സഹായം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. നീയും വിഭീഷണനെ പോലെ എന്നെ ഉപദേശിക്കാനാണെങ്കിൽ നീ നിൻ്റെ പതിവ് ഉറക്കത്തിലേക്ക് പൊക്കോളൂ. ഞാൻ സ്വയമേ പോയി യുദ്ധം ചെയ്ത് ജയിച്ചു കൊള്ളാമെന്നൊക്കെ രാവണൻ പറയുന്നുണ്ട്. കുംഭകർണൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഞാൻ യുദ്ധത്തിന് പോയാൽ ശ്രീരാമദേവൻ എന്തായാലും എന്നെ വധിക്കും. അപ്പോൾ ശ്രീരാമദേവൻ്റെ കൈകൊണ്ട് മരണം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് മോക്ഷപ്രാപ്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ യുദ്ധത്തിന് പോകുന്നത് തന്നെയാണ് നല്ലതെന്നൊക്കെ ഓർത്തിട്ട് രാവണനോട് കുംഭകർണൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും യുദ്ധത്തിനായിട്ട് പുറപ്പെടാം, അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തോളാനായിട്ട് കുംഭകർണൻ രാവണനോട് പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം യുദ്ധം ആരംഭിക്കുകയാണ്. കുംഭകർണൻ്റെ ആയുധങ്ങളൊക്കെ എടുത്ത് യുദ്ധകളത്തിലേക്ക് പോകണം. 5-6 വലിയ പർവ്വതങ്ങളെ പോലെയാണ് കുംഭകർണൻ യുദ്ധകളത്തിലേക്ക് ചെന്നത്. അത്രയും വലിയ ഭീമാകാരമായിട്ടുള്ള ശരീരപ്രകൃതിയായിരുന്നു കുംഭകർണൻ്റേത്. അപ്പോൾ കുംഭകർണനെ കണ്ട് വാനരപ്പട എല്ലാവരും ഓടി ഒളിക്കുകയൊക്കെയാണ്. അപ്പോൾ ഇത് കേട്ട് ശ്രീരാമദേവൻ വന്ന് നോക്കുമ്പോൾ കുംഭകർണനെ യുദ്ധകളത്തിൽ കാണുകയാണ്. അപ്പോൾ കുംഭകർണനെ കണ്ട ശ്രീരാമദേവൻ വിഭീഷണനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ വിഭീഷണനോട് ചോദിക്കുകയാണ്, അത് ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിഭീഷണൻ പറയുന്നുണ്ട്, അത് രാവണൻ്റെ സഹോദരനാണ്, എൻ്റെ ജ്യേഷ്ഠനാണ്, കുംഭകർണൻ എന്നാണ് പേരെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ശ്രീരാമദേവനോട് കുംഭകർണൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം കുംഭകർണൻ്റെ അടുത്തിട്ട് വിഭീഷണൻ ചെല്ലുകയാണ്. വിഭീഷണനെ കണ്ട കുംഭകർണൻ സഹോദരനെ കണ്ട സ്നേഹത്തോടു കൂടി കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ വിഭീഷണൻ പറയുന്നുണ്ട്, ഞാൻ രാവണനോട് എല്ലാ കാര്യവും പറഞ്ഞതാണ്. അദ്ദേഹം വീണ്ടും അധർമ്മം തന്നെ പ്രവർത്തിക്കാനാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ശ്രീരാമദേവൻ്റെ പക്കലേക്ക് വന്നതെന്നൊക്കെ കുംഭകർണനോട് വിഭീഷണൻ പറയുന്നുണ്ട്. അപ്പോൾ കുംഭകർണൻ ഇത് കേട്ട് പറയുന്നുണ്ട്, നീ ധർമ്മജ്ഞനാണ്, നിനക്കറിയാം ഏതാണ് നല്ലത് അല്ലെങ്കിൽ ചീത്ത ഏതാണെന്നറിയാം. അപ്പോൾ അതുകൊണ്ടാണ് നീ അധർമ്മത്തെ വെടിഞ്ഞ് ധർമ്മത്തിൻ്റെ അടുത്തേക്ക് വന്നത്. നിനക്ക് എന്തായാലും നല്ലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. ഞാൻ എന്തായാലും ഇവിടെ യുദ്ധത്തിനായിട്ട് വന്നിരിക്കുകയാണ്. ശ്രീരാമദേവൻ്റെ കൈകൊണ്ട് മരണം സംഭവിക്കുകയാണെങ്കിൽ അതെനിക്ക് മോക്ഷപ്രാപ്തി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ യുദ്ധം എന്തായാലും ചെയ്യുന്നൊക്കെ വിഭീഷണനോട് കുംഭകർണൻ പറയുന്നുണ്ട്. അതിനുശേഷം കുംഭകർണൻ ഘോരമായുള്ള യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ ആ ഘോരമായ യുദ്ധത്തിനൊടുവിൽ ശ്രീരാമദേവൻ്റെ കൈകളാൽ കുംഭകർണന് മോക്ഷം സംഭവിക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ കഥ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. നമസ്കാരം.